ഇപ്പോൾ എങ്ങനെ കൊലപാതകം ചെയ്തിട്ട് ഒളിപ്പിക്കാമെന്നുള്ള സിനിമയാണ് മനുഷ്യനിവിടെ ഏറ്റവും ഹിറ്റായ സിനിമയായിട്ട് മാറുന്നത്. അത് സൊസൈറ്റിക്ക് ഒരിക്കലും ഗുണം ചെയ്യുന്നില്ല. സ്വന്തമായിട്ട് പണിയെടുത്ത് അതിൽ എന്ത് ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത മനുഷ്യനാണെന്ന് കേരളത്തിൽ. പല അശ്വന്ത് ഗോക, ഉണ്ണി ബ്ലോഗ എന്തെങ്കിലും എഴുതുമെന്ന് ചോദിച്ചുകൊണ്ട് അന്നൊന്നും അവരുണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെ അവരതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നേ ഇല്ല. 200 കോടി ക്ലബിൽ കയറിയൊരു സിനിമ ഞാൻ അടുത്തിടെ കണ്ടു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരം മുറിക്കുന്ന ഒരു യന്ത്രമുണ്ട് ഇപ്പോൾ പെട്രോൾ അടിച്ചിട്ട്. അതുകൊണ്ട് ഒരാൾ കടന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ മുറിക്കുകയാണ് ഇങ്ങനെ. ഞാൻ ഇൻ്റർവെൽ എത്രയൊക്കെ മുമ്പ് ഇറങ്ങി പോകുന്ന അവിടെ നിന്ന് അവരൊരാളെ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ പലരും ഭയപ്പെടുന്നുണ്ട്, അവൻ കയറിപ്പോയാൽ പ്രശ്നമാകുമെന്നുള്ളത്. അങ്ങനെ വരാത്തതാണത്. നാളെ റിലീസാവുകയാണെങ്കിൽ ഏത് സമയവും ചങ്ക് പൊട്ടിച്ചാകാവുന്ന അവസ്ഥയിലാണ് സംവിധായകനും പ്രൊഡ്യൂസറും. കാരണം അവർക്കറിയില്ല, അവർ പരീക്ഷണങ്ങൾ നടത്തിയെന്നാണ് പറയണത്. അപ്പോൾ ഇനി കൂടുതൽ നിർമ്മാണം സംവിധാനവും ഇനി തുടർന്ന് എങ്ങനെ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനാണോ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, നമുക്ക് ചെയ്യണമെന്ന് സിനിമ ഫീൽഡിൽ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെയുണ്ട്, സമയ സന്ദർഭത്തിനനുസരിച്ച്. കാരണം നമുക്ക് നമ്മുടേതായ മെയിൻ സ്ട്രീം ഇതല്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇഷ്ടമുള്ളത് ഒത്തു വന്നാൽ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ഇപ്പം മാമ്പുള്ളി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ മാനേജറാണ് പുള്ളി. ഇങ്ങനെ ഓരോ കഥ കേൾക്കാറുണ്ട്, ഞാനും കേൾക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഈ സിദ്ദിഖ് ഭായി ആയിട്ടുള്ള സംസാരം വന്നു കഴിഞ്ഞപ്പോൾ മാമ്പുള്ളി ഉണ്ടായിരുന്നില്ല, ദുബായിൽ മകളുടെ അടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യം ഡീൽ ചെയ്തത്. നമ്മളിത് നിർത്താനുള്ള ഉദ്ദേശമില്ല. ഷാജുഭായ് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ആളല്ല, പുറത്താണ്. ആൾ സൗദിയിലാണ്. സൗദിയിൽ ഫാക്ടറിയാണ്, സംവിധാനങ്ങളൊക്കെയാണ്. എന്നിരുന്നാലും കേരളത്തിലെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചാലക്കുടി, ഇരിഞ്ഞാലക്കുട നോക്കിയിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ കുറേ ചെയ്യുന്ന ആളും കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇത് സ്വന്തമായിട്ട് പണിയെടുത്ത് അതിൽ എന്ത് ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത മനുഷ്യനാണെന്ന് കേരളത്തിൽ. നമുക്കെന്ത് ചെയ്യാൻ പറ്റും, ജനങ്ങൾക്ക് എന്ത് അവതരിപ്പിക്കുക, അതെന്നോട് കൂടുതലായിട്ട് കൺസൾട്ട് ചെയ്യുക. നമുക്കിങ്ങനെ ചെയ്താൽ നന്നായിരിക്കില്ലേ, അപ്പോൾ നല്ലതാണെങ്കിൽ ഞാൻ നല്ലതെന്ന് പറയും. അങ്ങനെ റിലീസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഫെസ്റ്റിവലാണ് അയക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും സിനിമകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കമേഴ്സ്യൽ സിനിമ, ആർട്ട് സിനിമ എന്നുള്ള എല്ലാം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉള്ള എനിക്ക് തോന്നിയിട്ടില്ല. നല്ല സിനിമയും ചെയ്ത സിനിമയും. ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിക്കുന്ന ഇന്ത്യയിൽ ഏതാണ്ട് 3000 സിനിമകൾ ഒരു വർഷം നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ നിലവാരത്തിൽ നമ്മളെക്കുറിച്ച് പുറത്തുള്ള പ്രേക്ഷകർ, ലോകത്ത് ഒരുപാട് നല്ല സിനിമകൾ കാണുന്ന പ്രേക്ഷകരൊക്കെ പറഞ്ഞത് സിനിമാ സാക്ഷരതയില്ലാത്ത ഒരു രാജ്യമായിട്ടാണ് നമ്മളെ കാണുന്നത്. കാരണം നമ്മളെ ഇപ്പോഴും ഈ അടിപിടി സിനിമകൾ, കൊലപാതക സിനിമകൾ, വെട്ടിക്കുത്ത് സിനിമകളും അങ്ങനെ ഡപ്പാങ്കുത്ത് ഡാൻസ് സിനിമകളൊക്കെയാണ് ഇപ്പോഴും നമുക്ക് ഇറങ്ങുന്നത്. ഉദാഹരണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ സിനിമയുടെ ഭയങ്കര കാഴ്ചക്കാരനായിരുന്നു. ജെയിംസ് ബോണ്ട് സിനിമകൾ മറ്റേ സ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ കണ്ടുവന്നിരുന്ന ഒരാളിങ്ങനെ. അപ്പോൾ സിനിമകളെ കാണുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും മലയാള സിനിമകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നായകൻ വന്നിട്ട് കാറിൽ നിന്ന് കാലെടുത്ത് വെക്കുന്നു, അങ്ങനത്തെ സീനായിരിക്കും മിക്കവാറും ഇങ്ങനെ എൻട്രിയൊക്കെ കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും ആലോചിച്ചിങ്ങനെ അത് കാണാൻ വേണ്ടി നമ്മൾ 1 രൂപയൊക്കെ ടിക്കറ്റിനുള്ള സമയത്തൊക്കെയാണ് സിനിമ കാണുന്നത്. അപ്പോൾ എല്ലാ നായകന്മാരുടെ ഈ കാലെടുത്ത് വെക്കണം മാത്രം ഞാൻ എത്ര 1000 രൂപയ്ക്ക് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നില്ല. നമ്മുടെ മനുഷ്യൻ്റെ വിഷയങ്ങൾ, മനുഷ്യൻ്റെ സമൂഹത്തിൻ്റെ വിഷയങ്ങളൊന്നും സിനിമയ്ക്ക് കാരണമാകുന്നേ ഇല്ല. ഇപ്പോൾ എങ്ങനെ കൊലപാതകം ചെയ്തിട്ട് ഒളിപ്പിക്കാമെന്നുള്ള സിനിമയാണ് മനുഷ്യനിവിടെ ഏറ്റവും ഹിറ്റായ സിനിമയായിട്ട് മാറുന്നത്. അത് സൊസൈറ്റിക്ക് ഒരിക്കലും ഗുണം ചെയ്യുന്നില്ല. ഒരു കലാസൃഷ്ടി ശരിക്ക് അത് കാണുന്ന ആൾക്കാർക്ക് അവൻ്റെ മനസ്സിന് ആർദ്രത ഉണ്ടാക്കുക, അവനെ കാഴ്ചപ്പാടിലേക്ക് അവനെ കൊണ്ടുവരിക, അവൻ കരുണയുള്ളവനാകുക, സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനാകുക, അങ്ങനെയൊക്കെ ലക്ഷ്യങ്ങളുണ്ടല്ലോ ശരിക്കും. അത് ഞാൻ പറഞ്ഞ സന്ദേശങ്ങൾ പറയുന്നതല്ല പറഞ്ഞത്. അവരെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന സിനിമകൾ ഇപ്പോൾ വരുന്നുണ്ടോ? 200 കോടി ക്ലബിൽ കയറിയൊരു സിനിമ ഞാൻ അടുത്തിടെ കണ്ടു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരം മുറിക്കുന്ന ഒരു യന്ത്രമുണ്ട് ഇപ്പോൾ പെട്രോൾ അടിച്ചിട്ട്. അതുകൊണ്ട് ഒരാൾ കടന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ മുറിക്കുകയാണ് ഇങ്ങനെ. ഞാൻ ഇൻ്റർവെൽ എത്രയൊക്കെ മുമ്പ് ഇറങ്ങി പോകുന്ന അവിടെ നിന്ന്. കാരണം നമ്മുടെ പണിയെടുത്ത പൈസ ഒരു 200 രൂപ അല്ലെങ്കിൽ 150 റുപ്യ ഈ മരം മുറിക്കുന്ന കാണിക്കാൻ പോയിട്ട് കാണണമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ അത് സ്വാഭാവികമായിട്ടും സൊസൈറ്റിയുടെ ഒരു ഡേഞ്ചർ അവസ്ഥയാണ്. കാരണം മനുഷ്യൻ പ്രതികാരദാഹികളായിട്ടുള്ള ആൾക്കാരുണ്ട് സൊസൈറ്റിയിൽ. അവർ നമ്മൾ സങ്കല്പിക്കുകയാണ് ആ മറ്റേ കൊല ചെയ്യപ്പെടുന്നവൻ നമ്മുടെ എതിരാളിയാണെന്നുള്ള കാണിച്ചിട്ടാണ് ഈ അക്രമ സിനിമകൾ ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൊസൈറ്റിയുടെ ഒരു രോഗാതുരമായൊരവസ്ഥയുണ്ട്, മാനസികാവസ്ഥ.
അത് ഈ കച്ചവട സിനിമക്കാർ ചില സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, പണ്ട് ഞാൻ പറഞ്ഞല്ലോ പത്മരാജൻ, നമുക്ക് തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയാൽ നമ്മുടെ ഇത് ചെയ്ത സംവിധായകർ പത്മരാജനും ഭരതനും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അതായത് ലോഹിദാസ്, ഇവരൊക്കെ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ, സിബി മലയിൽ ലോഹിദാസിൻ്റെ കൂട്ടുകെട്ടിൽ വന്ന സിനിമകൾ, അവർ സിനിമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും റിസോർട്ടിൽ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആഘോഷിക്കുകയാണ് അവർ. സിനിമ കഴിഞ്ഞു, സെൻസറും കഴിഞ്ഞു, റിലീസാവാനൊക്കെ പോകുന്നു. അവർക്ക് യാതൊരു സംഘർഷവും. കാരണം അവർ ചെയ്ത സിനിമയെക്കുറിച്ച് അവർക്ക് ആത്മവിശ്വാസമുണ്ട്, അത് ജനങ്ങളെ ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ നാളെ റിലീസാവണമെങ്കിൽ ഏത് സമയവും ചങ്ക് പൊട്ടിച്ചാകാവുന്ന അവസ്ഥയിലാണ് സംവിധായകനും പ്രൊഡ്യൂസറും. കാരണം അവർക്കറിയില്ല, അവർ പരീക്ഷണങ്ങൾ നടത്തിയെന്നാണ് പറയണത്. ഈ ജനം ഏറ്റെടുക്കുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിൻ്റെ റിവ്യൂ പറയണവന്മാരോ എന്നിട്ട് നമ്മളെ തകർക്കുമോ. മറ്റവർക്ക് അതുണ്ടാവാതിരുന്ന കാരണം അന്ന് സിനിമയിൽ പ്രവർത്തിക്കുന്ന അത്തരം ആൾക്കാർക്ക് അവർക്ക് കലയെക്കുറിച്ച്, അതിൻ്റെ സൗന്ദര്യാത്മകതയെക്കുറിച്ച്, ജനങ്ങളുടെ മനസ്സിനും ആസ്വാദനത്തെക്കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അന്ധവിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ഗന്ധർവനിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമ കാണുകയാണ്, പത്മരാജൻ്റെ ലാസ്റ്റ് പടമാണ്. പക്ഷേ എന്നെ 10 മിനിറ്റിനുള്ളിൽ ഗന്ധർവൻ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ പത്മരാജന് കഴിയാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഗന്ധർവനുണ്ട്. അതേപോലെ ഭരതൻ്റെ വൈശാലി എന്ന് പറയുന്ന സിനിമ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ്. അപ്പോൾ ഒരിക്കലും സ്ത്രീകളെ കാണാത്തൊരു മുനി ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ടെന്ന് എന്നെ വിശ്വസിപ്പിക്കാനായിട്ട് അയാൾ കഴിയുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യാത്മകമായ കലയുടെ ആ സൗന്ദര്യാത്മകതയും അതിൻ്റെ ആസ്വാദനയൊക്കെ ജനങ്ങളിലേക്ക് പ്രവഹിപ്പിക്കാൻ, അത് പ്രസരിപ്പിക്കാൻ കഴിയുന്ന കലാകാരന്മാരുടെ കാലത്ത് അവർ ഇതേമാതിരി ആശങ്കപ്പെട്ടിരുന്നില്ല. പല അശ്വന്ത് കോക്ക, ഉണ്ണി ബ്ലോഗ എന്തെങ്കിലും എഴുതുമെന്ന് ചോദിച്ചുകൊണ്ട് അന്നൊന്നും അവരുണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെ അവരതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നേ ഇല്ല. കാരണം അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ, അവരുടെ അതിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അവരെ ജനങ്ങൾ സ്വീകരിച്ചിരുന്നു ഇല്ലേ. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇന്ന് ഇവരൊക്കെ പ്രത്യേക ICU യൂണിറ്റിലൊക്കെ കയറ്റേണ്ട അവസ്ഥയിലേക്ക് പ്രൊഡ്യൂസറും ഡയറക്ടറും മാറുന്നത് 3 ഘടകങ്ങൾ ചേർന്നിട്ടാണ് ശരിക്കും കമേഴ്ഷ്യൽ സിനിമ ഉണ്ടാകുന്നത്. 1 താരങ്ങൾ, 2 സമ്പത്ത്, ഇറക്കാനുള്ള സമ്പത്ത്. ഇതിന് നടുക്ക് സിനിമ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. ക്രിയേറ്റീവ് മേക്കേഴ്സ് ഇല്ല. അതായത് പുതിയ ജനറേഷനിലെ പിള്ളേരുടെ വിഷയം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുക, ഞങ്ങൾ ഒരു വലിയ സിനിമക്കാരനെന്നല്ല പറഞ്ഞിട്ടാ. അവർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഹിറ്റ് സാധനങ്ങളുടെ പുറകെ പോയിട്ട് അതിന് കോമ്പിനേഷനൊക്കെ ഉണ്ടാക്കി നോക്കിയാണ്. ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഴിഞ്ഞു പോയ ജനറേഷനിൽ ഈ 2K മുമ്പുള്ള പിള്ളേരുടെ വിഷയം അവർക്ക് അതിന് ശേഷമുള്ള 2K കുട്ടികളുടെ വിഷയം ജീവിതാനുഭവങ്ങളില്ല. പിന്നെ ഏറ്റവും ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കടന്നു വന്ന ആ ചെറുപ്പക്കാരുടെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരേറ്റവും കൂടുതൽ ആ പീരീഡിലുള്ള ആൾക്കാരെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ കമ്പ്യൂട്ടറിലേക്ക് വന്ന ആൾക്കാർക്കുണ്ടല്ല കൺട്രോൾ ഇസഡ് എന്നൊരു സാധനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കൺട്രോൾ ഇസഡിൽ വന്ന ആൾക്കാരല്ല. അപ്പോൾ എന്ത് ചെയ്താലും ഒരു കൺട്രോൾ ഇസഡ് അല്ലെങ്കിൽ 2 കൺട്രോൾ ഇസഡ് ചെയ്താൽ അത് മായും എന്നൊക്കെ ഉള്ള ധാരണ ഇവരെ മനസ്സിലുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറിന് മുമ്പും അല്ലെങ്കിൽ മൊബൈലിന് മുമ്പും ആ ലാൻഡ് ഫോണിലെ കൂടെ കടന്നു വന്നിട്ട് കമ്പ്യൂട്ടറിലും മൊബൈലിലും മറ്റേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഒക്കെ ജീവിച്ച ജനങ്ങളില്ലേ, അവരുടെ അനുഭവങ്ങൾ ഭയങ്കര വ്യത്യസ്തമാണ്. ജീവിതാനുഭവങ്ങൾ അത് കൂടുതലേ ഉള്ളൂ. ആ ജീവിതാനുഭവങ്ങളുടെ ആൾക്കാർ കലാരംഗത്ത് ഇല്ലാത്തത് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തപ്പെടുന്നത്. എനിക്ക് മലയാളത്തിൽ ഈ അടൂർ ഞാൻ ഒരാൾ വ്യക്തിപരമായിട്ടില്ല, നല്ല സിനിമ, ഭേദപ്പെട്ട സിനിമകൾ ചെയ്യാൻ പറ്റുന്ന 50ഓളം ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ അവരാരും നിങ്ങൾ ഈ പൊതു സിനിമാ മേഖലയിൽ കാണില്ല, അവർക്ക് അവസരങ്ങളില്ല. അവരൊരാളെ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ പലരും ഭയപ്പെടുന്നുണ്ട്, അവൻ കയറിപ്പോയാൽ പ്രശ്നമാകും എന്നുള്ളത്. അങ്ങനെ വരാത്തതാണത്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ സിനിമാ നിർമ്മാണ മേഖല ലോസ് ആഞ്ചൽസ്, ഹോളിവുഡിൽ ഒരു സിനിമ അറിയപ്പെടുന്നത് ആ സിനിമയുടെ സംവിധായകൻ്റെ പേരിലാണ് അല്ലേ. ജെയിംസ് കാമറൂണിൻ്റെ പടം ഇറങ്ങിയാൽ നോക്കും അല്ലേ, ക്രിസ്റ്റഫർ നോളൻ്റെ പടം ഇറങ്ങിയാൽ നോക്കും. അതൊക്കെയാണ് പ്രചരണം വന്നത്. അതായത് ഇപ്പം നമ്മൾ പണ്ടല്ല അർണോൾഡ് ഷോർട്സിൻ്റെ പടം ഇറങ്ങിയെന്ന് ആരും പറയാറുണ്ടാകുന്നില്ല, അയാളെ എമ്മ തോമസിൻ്റെ പടം ഇറങ്ങിയത്, ഈ പാരീസ് ഹിൽട്ടൻ്റെ പടം ഇറങ്ങിയെന്ന് ആരും പറയാറില്ല. അപ്പോൾ ഈ സംവിധായകൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഘടകമായിരുന്നു അവർ കമ്പനികൾ, യൂണിവേഴ്സൽ പിക്ചേഴ്സ് നിർമ്മിക്കുന്നു സിനിമ, അല്ലെങ്കിൽ കൊളംബിയ ഫിലിംസ് നിർമ്മിക്കുന്നു, അങ്ങനെ കമ്പനികൾ സിനിമ നിർമ്മിക്കുന്നു. അതാണ് ശരിക്കുള്ള രീതി. അത് പണ്ടുണ്ടായിരുന്നു. അതിൽ ഈ മലയാള സിനിമയുടെ പിതാവെന്ന് ഞാൻ വളരെ ആദരവോടെ ബഹുമാനിക്കുന്ന രവീന്ദ്രനാഥ് നായർ
രവി മുതലാളി, അദ്ദേഹം കശുവണ്ടി മുതലാളിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന ആ കച്ചവടത്തിൽ കിട്ടുന്ന ചെറിയൊരു തുക ഈ കലാരംഗത്തേക്ക് നല്ല സിനിമയ്ക്ക് വെക്കാനായിട്ട് ചിലവാക്കി. പക്ഷെ അദ്ദേഹത്തിന് സിനിമ ചെയ്യാൻ കഴിവുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളുമായിരുന്നു. അദ്ദേഹത്തെ മറന്നു പോകില്ലായിരുന്നു. അദ്ദേഹത്തിന് ജെസ്സി ഡാനിയൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം പ്രൊഡ്യൂസർ എന്നുള്ളതിൽ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരാളായിട്ട് ഞാൻ ഇദ്ദേഹം ഷാജു വാലപ്പനെ കാണും. അപ്പോൾ എന്തായാലും സിനിമ ഫിലിം ഫെസ്റ്റിവൽസിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെടട്ടെ, ഇനി തിയേറ്ററിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്വീകരിക്കട്ടെ. നിർമ്മാതാവായിട്ടും സംവിധായകനായിട്ടും ഇനിയിവിടെ ചെറിയ വേഷങ്ങളും ചെയ്തിട്ടുണ്ട്, നടനായിട്ടും കൂടി. ഓൾ ദി ബെസ്റ്റ്. നമ്മളിതുവരെ 3 പടം ചെയ്തതിൽ ചെറിയ ചെറിയ വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ പടം മൂന്നാമത്തെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.